നമ്മുടെ പൂരം കലങ്ങി. ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശൂർ പൂരം. പൂരക്കാഴ്ചക്കാർ ലക്ഷക്കണക്കിനുണ്ട്. ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരത്തിന്റെ പിതാവ്. 1796 പൂരം ജനിക്കുന്നത്, ഒരു മെയ് മാസത്തിൽ. അതായത് 228 വയസ്സിന്റെ ഉത്സവ പരിചയം ഇന്ന് പൂരത്തിനുണ്ട്. പോങ്ങൻ പൂരത്തിന്റെ ചരിത്രം പറയാൻ വന്നതല്ല, അതുകൊണ്ട് ചരിത്രം നമുക്ക് വിടാം. പോങ്ങന് പറയാനുള്ളത് പൂരം കലക്കികളെ പറ്റിയാണ്. നമ്മുടെ മാധ്യമങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: പൂരം കലക്കിയത് പോലീസാണെന്ന്. ആണോ? പൂരം കലക്കിയത് പോലീസാണോ? അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ശരിക്കുമുണ്ടോ? എന്തായാലും പോങ്ങന് അത്തരം ചിന്തയൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ TP ചന്ദ്രശേഖരനെ നുറുക്കിക്കൊന്നത് വടിവാളല്ലെന്ന് പോങ്ങനറിയാം. എന്നു മാത്രവുമല്ല, കൊടിസുനിയും സംഘവും രാഷ്ട്രീയ തീവ്രവാദികളുടെ ഉത്തരവ് വടിവാള് കൊണ്ട് പൂർത്തീകരിച്ചതാണ് ചന്ദ്രശേഖര ശരീരം പല കഷ്ണങ്ങളാവാൻ കാരണമെന്ന ബോധ്യവും ഈ പോങ്ങനുണ്ട്. അതുപോലെ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈപ്പത്തി വെട്ടിയെറിഞ്ഞത് കേവലം ഒരു മഴുവല്ലെന്നും നമ്മുടെ നാട്ടിലെ നാടൻ താലിബാനികളായിട്ടുള്ള മത തീവ്രവാദികൾ നടത്തുന്ന പ്രാകൃത കോടതിയുടെ വിധി സവാദും സംഘവും മഴുവിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കിയതാണ് ജോസഫ് മാഷിന്റെ കൈപ്പത്തി നഷ്ടത്തിന് കാരണമെന്നും ഈ പോങ്ങൻ അറിയാം. മഴുവും വടിവാളുമൊക്കെ ആയുധങ്ങൾ മാത്രമാണ്. ആയുധം ആര് കൈകാര്യം ചെയ്യുന്നു അതാണ് നോക്കേണ്ടത്. ഭീകരരുടെ കൈകളിൽ ആയുധമിരുന്നാൽ അത് മനുഷ്യന് ഭീഷണിയാകുന്ന മാരകായുധമാവും. മാനവിക ബുദ്ധരുടെ കൈവശമിരുന്നാൽ മനുഷ്യന് പ്രയോജനമാകുന്ന ഒരു ഉപകരണമായി അതേ ആയുധം മാറുകയും ചെയ്യും. പറഞ്ഞു വന്നത് ഇതാണ്: പോലീസ് എന്നത് ഒരു ആയുധം മാത്രമാണ്. മനുഷ്യന് ഭീഷണിയാകുന്ന മാരകായുധമാവാനും മനുഷ്യന് ആശ്രയിക്കാവുന്ന ഉപകരണമാവാനും ഒരുപോലെ പോലീസിന് കഴിയും. രണ്ടിനും പക്ഷേ അടിസ്ഥാനമാകുന്നത് ആരുടെ കൈവശമാണ് പോലീസ് ഇരിക്കുന്നതെന്ന ചോദ്യമാണ്. സ്വന്തം നിലയിൽ തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കുന്ന ഒന്നല്ല പോലീസ് സേന. മുകളിലുള്ളവരുടെ ആജ്ഞകൾ അനുസരിച്ച് മാത്രം ചലിക്കുന്ന ജീവനുള്ള പാവകളാണ് പോലീസ്. ആജ്ഞകൾ പൊഴിച്ചുകൊണ്ട് പോലീസിന് മുകളിൽ ആരാണിരിക്കുന്നത്? അല്ലെങ്കിൽ ആരുടെ കയ്യിലെ ആയുധമായാണ് പോലീസ് വർത്തിക്കുന്നത്? പൂരസ്നേഹികൾക്കൊപ്പം പൊതുസമൂഹവും ആ ചോദ്യം സ്വയം ചോദിക്കണം. തൃശൂർ പൂരത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നവരെ നോക്കി പട്ട കൊണ്ടുപോടാന്ന് കമ്മീഷണർ സാർ അലറിയെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. വില്ല് കുലയ്ക്കുന്ന രാമരൂപത്തെയാണ് കമ്മീഷണർ തടയുന്നത്. പക്ഷേ ആനകൾക്ക് കൊണ്ടുവന്ന പട്ട തടഞ്ഞു എന്ന തലക്കെട്ടോടുകൂടിയാണ് അധികാരികളുടെ ആ രാമവിരുദ്ധതയെ ഏഷ്യാനെറ്റ് പോലും അവതരിപ്പിച്ചത്. ആനയ്ക്കുള്ള പട്ടയല്ല, യഥാർത്ഥ പ്രശ്നം രാമനാണ്. അത് പറയാൻ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലിന് പോലും സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ കഷ്ടപ്പെട്ടു പഠിച്ച് ആജ്ഞാനുവൃത്തിയായി മാറിയ ഒരു ശ്രേഷ്ഠ കാക്കിധാരിയുടെ നിസ്സഹായത പറയാനുണ്ടോ? പൂരം കലക്കാൻ നിയോഗിക്കപ്പെട്ടവരുടെ തലവൻ ശ്രീമാൻ അങ്കിത് അശോകൻ IPS ആണ്. Saying something about myself, I cleared my civil service in 2016. I'm a 2017 batch IPS officer. I belong to Kerala and I was fortunate enough to get into the Kerala cadre. In my college, BTech Information Technology, I got a job. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചവനും കൂടിയാണ് അശോകപുത്രൻ. അതുകൊണ്ട് തന്നെ പൂരം എന്താണെന്നും അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും എത്രമാത്രം വൈകാരികമായാണ് ലോകമെമ്പാടുമുള്ള മലയാളികളും ഉത്സവപ്രേമികളും പൂരത്തെ കാണുന്നതെന്നും അറിയാത്തവനാവില്ല അങ്കിത് അശോകൻ എന്ന ആ IPSകാരൻ. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചവൻ എന്ന നിലയിൽ കൃത്യമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയമൊക്കെ അങ്കിതിൽ കണ്ടേക്കാം, അല്ലേ? കാണും. രാഷ്ട്രീയ സാക്ഷരതയിലും കണ്ടമാനം മുന്നിലാണല്ലോ പ്രബുദ്ധ മലയാളികൾ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയം ആ മനുഷ്യനുണ്ടാവും എന്ന് കരുതി ഇന്ത്യൻ പാർട്ടി സർവീസ് എന്നതിന്റെ സമൃദ്ധ നാമമാണ് IPS എന്ന് കരുതാൻ മാത്രമുള്ള പ്രബുദ്ധത അങ്കിത് അശോകൻ IPSൽ അവശേഷിക്കുന്നുണ്ടെന്ന് പോങ്ങൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ആരോപിച്ച് അദ്ദേഹത്തിന്റെ സാമൂഹ്യ ബുദ്ധിയെ പോങ്ങൻ ആക്ഷേപിക്കുന്നില്ല. അതുപോലെ തനിക്ക് മുന്നിൽ നിൽക്കുന്ന പൗരന്മാർക്ക് നേരെ വളരെ മുഷ്കോടുകൂടി അശോകപുത്രൻ കുരയ്ക്കുന്നതും പോകൻ കണ്ടു. ആനപ്പുറത്തിരിക്കുന്നവന്റെ പട്ടിപ്പേടിയില്ലായ്മ മാത്രമല്ല ആ കുരയ്ക്ക് പിന്നിലുള്ളത്, അല്പബുദ്ധരുടെ ഔദ്യോഗിക സ്വഭാവത്തിന്റെ പ്രകടനം കൂടിയാണത്. ഉന്നത വിദ്യാഭ്യാസവും അധികാരവും സമം ചേരുന്നവൻ അല്പനായാൽ അവനോളം അധപ്പതിച്ചവനായി അധികമാരും ഉണ്ടാവില്ല. ഈ അല്പന്മാർ സഹതാപാർഹരാണ്.
അതുകൊണ്ട് പൗരജനതയെ നോക്കിയുള്ള അങ്കിതിന്റെ കുര നമുക്ക് ക്ഷമിക്കാം. സഹജീവികളോട് സാമൂഹ്യ ബോധത്തോടെയും പ്രതിപക്ഷ ബഹുമാനത്തോടെയും പെരുമാറാൻ കഴിയുന്നത്ര പുരോഗമന ബുദ്ധിയും പരിഷ്കൃത ഭാവവും സാംസ്കാരിക ഔന്നത്യവും കൈവരിക്കാൻ അങ്കിത് അശോകൻ അടക്കമുള്ള സകല നവകേരളീയർക്കും എത്രയും വേഗം സാധിക്കട്ടെ. എന്തായാലും മറക്കരുതാത്തൊരു കാര്യമുണ്ട് കേട്ടോ. ഹൈന്ദവരുടെ ദൈവമായിട്ടുള്ള രാമനെ കേരളത്തിന്റെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ പറ്റില്ലെന്ന അധികാരികളുടെ മുഷ്ക്, ഇരട്ടത്താപ്പരും വ്യാജപ്രബുദ്ധരുമായിട്ടുള്ള നവകേരളീയരുടെ മതേതര ബുദ്ധിക്ക് ശ്രീരാമ ഭഗവാൻ ഭീഷണിയാകുമെന്ന സുഡുദാസരുടെ ആ സങ്കല്പം, അതൊന്നും ആരും മറക്കരുത്. ആ ഭോഷ്ക്ക് വെച്ച് പൊറുപ്പിക്കുകയും വരുത്. അങ്കിത് അശോകന്റെ വ്യക്തിപരമായിട്ടുള്ള രാമവിരുദ്ധതയല്ല അവിടെ പ്രകടമായത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ തെമ്മാടിത്തരത്തിന് അർഹമായിട്ടുള്ള ശിക്ഷ അധികാരികൾ നൽകുമായിരുന്നു. ഈ നിമിഷം വരെ ആ ഉദ്യോഗസ്ഥന് യാതൊരു തട്ടുകേടും പറ്റിയിട്ടില്ല. അതിനർത്ഥം അധികാരികളുടെ ആജ്ഞയെ അതേപടി അനുസരിച്ച വിനീത വിധേയൻ മാത്രമാണ് ആ അശോകപുത്രൻ. ഇനി നാട്ടാരെ പറ്റിക്കാനായി പേരിന് എന്തെങ്കിലും ഒരു ശിക്ഷ അദ്ദേഹത്തിന് സമ്മാനിച്ചാൽ തന്നെ പോങ്ങന്റെ അഭിപ്രായം മാറില്ല കേട്ടോ. അടവ് നയത്തിന്റെ ഭാഗമായി സഖാബ് കൊടിസുനിയെ പാർട്ടി പരസ്യമായി തള്ളിപ്പറയുന്നത് പോലെ പോങ്ങൻ അതിനെ എടുക്കൂ. ദാറ്റ്സ് ഓൾ. കുനിച്ചു നിർത്തി ഇടിച്ച് ആദ്യ ഭാര്യയുടെ മൂത്രമൊഴിപ്പ് മുട്ടിച്ചവൻ, മതക്കുപ്പായത്തിൽ തളച്ച് ഗോത്രകാലം ബീവിക്ക് സമ്മാനിച്ചവൻ, TV പോലും കാണാൻ അനുവദിക്കാതെ അവളെ വീട്ടിൽ തളച്ച പ്രാകൃത ബുദ്ധൻ, 50 രൂപ കൊടുത്താൽ അവളേക്കാൾ മികച്ചവളെ പാളയത്ത് ഭോഗവേലയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ വെറിയൻ, അങ്ങനെയെല്ലാമുള്ള സഖാവിന്റെ വേഷം കെട്ടി നടക്കുന്ന ഒരു സിമിയൻ തീവ്രവാദിക്ക് സ്വന്തം ഭാര്യയ്ക്കുണ്ടായവളെ ബീവിപ്പെടുത്തിയ ആ ദ്വിമാറ മരമന്നനുണ്ടല്ലോ, ഉസ്തകുതന്മാരുടെ സ്വന്തം സുഡുദാസൻ, സാക്ഷാൽ തള്ളൻ തമ്പുരാൻ, തീവ്ര മതമൗലികവാദികളുടെ ചട്ടുകമായ ആ പടുമോഴന്റെ കൈകളിലാണ് സേനയുടെ കടിഞ്ഞാണിന്നുള്ളത്. അയാൾ ഈ ചെയ്യുന്നതൊക്കെ തീവ്ര മതമൗലികവാദികളായിട്ടുള്ള ദേശവിരുദ്ധന്മാർക്ക് വേണ്ടി മാത്രമാണ്. 228 കൊല്ലമായി പൂരം വളരെ ഭംഗിയായി നടക്കുന്നു. പൂരത്തിന് എന്തെങ്കിലും അലോസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ മഴുവൻ ഭരിപ്പ് പണി തുടങ്ങിയതിന് ശേഷം മാത്രമാണ്. പൂരത്തിന് മാത്രമാണോ ആ ഗതികേട്? കേരളം ഇതുവരെ കാണാത്ത നിലയിൽ എത്രയോ വട്ടം കടൽ ക്ഷോഭിച്ചു. ഈ മരമന്നനെ പിടിച്ച് തല്ലാൻ എന്ന പോലെയല്ലേ തിരകൾ കരയിലേക്ക് അടിച്ചു കയറുന്നത്. പച്ചത്തെറി പോലെയാണ് തിരയുടെ ആ കാഹളം. വെറും വെള്ളപ്പൊക്കത്തിൽ സ്വന്തം കസർത്ത് ഒതുക്കിയിരുന്ന പെരുമഴ പേമാരിയായി പെയ്ത് പ്രളയമായി കേരളക്കരയെ വിഴുങ്ങിയില്ലേ? ഓണം മുടങ്ങിയില്ലേ? നിപ്പയായും കോവിഡായും മാരക രോഗങ്ങൾ വന്നില്ലേ? മഹാദുരിതങ്ങൾ കൊണ്ട് പ്രകൃതി കേരളക്കരയെ പലവട്ടം ശിക്ഷിച്ചില്ലേ? എന്തിനധികം കേരള രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്ത പാടെ ഈ മരമന്നൻ പറത്തിവിട്ട പ്രാവ് ഒന്ന് ചിറകടിക്കാൻ പോലും കൂട്ടാക്കാതെ മലയാള മണ്ണിലേക്ക് ചത്തു കൊക്കുകുത്തി വീണില്ലേ? ചത്തുവീണത് വെറും ഒരു വെള്ളരിപ്രാവല്ല, സാക്ഷാൽ സമാധാനം തന്നെയാണ്. അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ഇന്ദുശപാലിനെ പോലുള്ള സഹൃദയർ, സദ്ബുദ്ധർ എപ്പോഴും പറയുന്നു, ആവർത്തിച്ചു പറയുന്നു, പോങ്ങന്റെ വീഡിയോകൾക്ക് നീളം കൂടുതലാണ്, ഇത്ര ദൈർഘ്യമേറി കഴിഞ്ഞാൽ ആളുകൾ കാണാൻ വരില്ല. ശരി, അധികം നീട്ടുന്നില്ല, വളരെ ചുരുക്കിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ശബരിമലയിൽ നമ്മൾ കണ്ടതല്ലേ പോലീസ് കാണിച്ച പോക്കണം കേട്. കോടതി വിധിയുടെ മറവിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് എത്ര നികൃഷ്ടമായിട്ടാണ് ഹൈന്ദവ സമൂഹത്തെ ആ സുഡുദാസൻ അധിക്ഷേപിച്ചത്. സമാനമായിട്ടുള്ള കോടതി വിധി മറ്റൊരു ദേവാലയത്തിനുമേൽ, മറ്റൊരു ആരാധനാലയത്തിനുമേൽ ഉണ്ടായിരുന്നില്ലേ? അവിടേക്ക് പോലീസ് പോയോ? ഈ നിലയിൽ അതിന് തീർപ്പ് കൽപ്പിച്ചോ? കോടതി വിധിയെ അതേപോലെ പരിപാലിക്കാൻ അവർ സേനയെ ഉപയോഗിച്ചോ? ഇല്ല. അതുപോലെ കോവിഡിന്റെ മറവിൽ വാവ് ബലിയോട് കൈക്കൊണ്ട സമീപനം നമ്മൾ കണ്ടതല്ലേ? അതേസമയം സമാധാന മതസ്ഥരുടെ ആൾക്കൂട്ടത്തിന് അയാൾ ആശീർവാദവും ചൊരിഞ്ഞു. പന്തിയിൽ പക്ഷാഭേദം കാട്ടരുതെന്ന സാമാന്യ മര്യാദ പോലും ആ ഹീനൻ മറന്നു. നാണത്തെ പോലും നാണം കെടുത്തുന്ന സഹനം കൊണ്ടാണ് ഹൈന്ദവ സമൂഹം സകല അപമാനത്തെയും കൈകാര്യം ചെയ്തത്. ശരിയല്ലേ? നാണത്തെ പോലും നാണം കെടുത്തുന്ന വിധം, അത്രമാത്രം സഹനം. ഉത്സവങ്ങൾക്ക് കാവി തോരണം കെട്ടാൻ പാടില്ലെന്ന് പോലീസുകാർ ഉത്തരവിറക്കിയപ്പോഴും ഹൈന്ദവ സമൂഹം അനുസരണയുടെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് മതേതര കേരളത്തെ വിസ്മയിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ തൃശൂർ പൂരത്തിന് പോലും അള്ളുവയ്ക്കുന്ന നിലയിൽ സുഡുദാസന്റെ പ്രീണനാസക്തി എത്തിച്ചേർന്നിരിക്കുന്നു. സധൈര്യം
സഹനം പുറത്തെടുത്ത് ഈ അപമാനത്തെയും അതിജീവിക്കാനാണോ ഹൈന്ദവ വിശ്വാസികളുടെ ഉന്നം? എങ്കിൽ പോകണമെന്നേ പറയാനുള്ളൂ, ആടിനെ പട്ടിയാക്കുന്നത് അതിനെ പേപ്പട്ടിയാക്കാനാണ്. ആട്ടിൻപട്ടിയെ പേപ്പട്ടിയാക്കുന്നത് അതിനെ തട്ടാനാണ്. സംഘികളെന്നാൽ സാമൂഹ്യ വിപത്തുകളായിട്ടുള്ള പേപ്പട്ടികളാണെന്ന് സുഡാപ്പികൾ എത്രയോ പണ്ട് മുതലേ പറഞ്ഞു നടക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞു വെച്ചു. ഇത്ര മനോഹരമായി സമൂഹ മാധ്യമങ്ങളെ വെറുപ്പ് വിതറാനായി വേറെ ഒരു കൂട്ടരും ഉപയോഗിച്ചിട്ടില്ല. വന്നിപ്പോൾ ഹൈന്ദവരെ എല്ലാം സുഡാപ്പികളും സുഡുദാസരും കൂടി സംഘികളെന്ന് കണക്കാക്കി തുടങ്ങി. കമ്മി സുഡു ദമ്പതികളുടെ ലക്ഷ്യം എന്താണെന്ന് ഇനിയും മനസ്സിലാക്കാത്ത സഹന വിദ്വാൻമാരായിട്ടുള്ള ആട്ടിൻ പട്ടികളോട് ഈ പോങ്ങൻ എന്തു പറയാനാണ്? തൃശൂർ പൂരം ഇന്നുവരെ സംഘികളുടെ ഉത്സവമായി ബ്രാൻഡീകരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതുമായി. തൃശൂർ പൂരത്തെ ഇല്ലാതാക്കേണ്ടത് ഇനി മതേതര കേരളത്തിന്റെ ആവശ്യമായി വന്നിരിക്കുന്നു, അല്ലേ? ഒട്ടും വൈകാതെ സുഡുമലം തീനികളായിട്ടുള്ള നവകേരളത്തിലെ സാംസ്കാരിക നായകൾ പൂരവിരുദ്ധതയുമായി ഇറങ്ങും. നവമാധ്യമങ്ങൾ നിറയും അവർ. ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ മതി. ശബരിമലയോ പൂരമോ ആവട്ടെ, ഹൈന്ദവരെ മാത്രം ബാധിക്കുന്ന സംഗതിയൊന്നുമല്ലാതെ സമൂഹത്തിലെ സമാധാന സാഹചര്യത്തെ ദുർബലപ്പെടുത്തുന്ന നീക്കമാണ് ഇതെല്ലാം രണ്ടും. ഈ ക്ഷേത്രങ്ങളിൽ പോലീസിന് എന്താണ് കാര്യം? പൂരം ഇതുവരെ ഭംഗിയായി നടന്നത് ഇന്നാട്ടിലെ മനുഷ്യരുടെ സഹകരണ മനോഭാവം കൊണ്ടും സാഹോദര്യ ബുദ്ധി കൊണ്ടുമാണ്, അല്ലാതെ കാക്കിയുടെ ശക്തി കൊണ്ടല്ല. രാമൻ സംഘികളുടെയും ഇതര ദൈവങ്ങൾ ഹൈന്ദവരുടെയും എന്നൊന്നും കാണേണ്ട കാര്യം അധികാരികൾക്കില്ല. അത്തരം വേർതിരിവുകൾ ഒന്നും ആരും വെച്ചു പുലർത്തേണ്ട ആവശ്യമില്ല. ഹിന്ദു ദൈവങ്ങൾ ഹൈന്ദവ വിശ്വാസികളുടെ മാത്രം കാര്യമാണ്. ദേവാലയങ്ങൾ ദൈവവിശ്വാസികൾക്കുള്ളതാണ്. ദേവാലയ നടത്തിപ്പും ദൈവവിശ്വാസികളുടെ ചുമതലയാണ്, അല്ലെങ്കിൽ ചുമതലയാവണം. അതാരും മറക്കരുത്. എന്തായാലും ഇതിനുള്ള പ്രതിരോധം തൃശ്ശൂരിൽ നിന്ന് തന്നെ തുടങ്ങണം. ഒട്ടും വൈകരുത്. ഈ വെള്ളിയാഴ്ച പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വളരെ 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 നല്ല ദിവസമാണ്. രാവിലെ ജനാധിപത്യ വിശ്വാസികളും ശുദ്ധ മതേതരരുമായിട്ടുള്ള മനുഷ്യർ ജാതി മത വ്യത്യാസം കൂടാതെ കുളിച്ചില്ലെങ്കിലും ഒരുങ്ങി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലണം. അവിടെ ചെന്ന് സുരേഷ് ഗോപിക്ക് ഒരു വോട്ട് നൽകണം. മതി. പിന്നെ പൂരം നല്ലോണം നടന്നോളും. ആട്ടിൻ പട്ടികൾക്ക് അഭിമാനത്തോടെ നടക്കാനും പറ്റും. നാട് മൊത്തത്തിൽ നന്നാവും. ഇല്ലെങ്കിൽ സുരേഷ് ഗോപി നന്നാക്കിക്കോളും. ഹൈന്ദവരെ മാത്രമല്ല, സകലമാന മനുഷ്യരെയും അവർക്ക് നല്ല ഒരു ഗതി തീർച്ചയായിട്ടും സുരേഷ് ഗോപി വരുത്തിയിരിക്കും. അവരുടെ ജീവിതം ഒരിക്കലും ഗോപിയാവില്ല. അത് സുരേഷ് ഗോപി ഉറപ്പുവരുത്തും. രാമവിരുദ്ധരുടെ ദാസ്യ സൈന്യാധിപരായിട്ടുള്ള അങ്കിത് അശോകന്മാർ ക്ഷേത്രാങ്കണത്തിൽ പിന്നെ കാലുകുത്തുകയുമില്ല. ശ്രീരാമ ഭഗവാന് മാനഭയം കൂടാതെ ക്ഷേത്രപ്രവേശനം സാധ്യമാകുകയും ചെയ്യും. എന്താ പോങ്ങൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണെന്നാണ് പോങ്ങന്റെ വിശ്വാസം. ഇനിയിപ്പോൾ പൊതുസമൂഹത്തോടായി ഒരു കാര്യം കൂടി പറഞ്ഞ് പോങ്ങൻ ഈ സംസാരം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. ഇന്ദിച്ച പോലെ പെട്ടെന്ന് നിർത്താം. പൊതുസമൂഹത്തെ ഒരു ഭീഷണിയായാണ് പോലീസ് ബാധിക്കുന്നതെങ്കിൽ അതിനർത്ഥം പോലീസ് എന്ന ആയുധം ഒരു സാമൂഹ്യ വിരുദ്ധന്റെ കൈവശമാണ് ഇരിക്കുന്നതെന്നാണ്. പോലീസ് അധികാരികളുടെ കൈകളിലെ ഒരു ഉപകരണം മാത്രമാണെന്ന സത്യം നമ്മൾ ആരും മറക്കരുത്. അങ്ങനെയുള്ളപ്പോൾ സാമൂഹ്യ ബോധമുള്ളവൻ അധികാരിയായാൽ പൊതുസമൂഹത്തിന് ആശ്രയിക്കാവുന്ന ഒരു ഉപകരണമായി പോലീസ് മാറും. പറഞ്ഞല്ലോ, സാമൂഹ്യ വിരുദ്ധന്റെ കൈവശമാണ് അധികാരം എത്തുന്നതെങ്കിൽ പോലീസ് പൊതുസമൂഹത്തെ വലിയൊരു ഭീഷണിയായി ബാധിക്കും. നാട്ടുചട്ടമ്പിയായിട്ടുള്ള കൊടിസുനിയുടെയും നാടൻ താലിബാനിയായിട്ടുള്ള സവാദിന്റെയും കൈകളിലിരിക്കുന്ന മാരകായുധം പോലെയാണ് ഇപ്പോൾ പോലീസിനെ പൊതുജനങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഏക്കും പൂക്കുമില്ലാത്ത മൈക്കുടിയൻ മരമന്നന്റെയും ഓന്റെ മരുമോനായിട്ടുള്ള സിമിയൻ തീവ്രവാദിയുടെയും കൈകളിൽ നാട്ടുഭരണം എത്തിച്ച പൊതുജനത്തിന്റെ പൗരബുദ്ധിക്കുറവും ജനാധിപത്യ ബോധമില്ലായ്മയും അവയാണ് കാരണം. വെള്ളിയാഴ്ച വോട്ടിടാൻ പോകുമ്പോൾ ഇടതിന്റെ പരസ്യവാചകമില്ലേ, ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന പരസ്യവാചകം, ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന പരസ്യവാചകം. എന്തായാലും അത് ചെറിയൊരു തിരുത്തലോടുകൂടി ഒന്ന് ഓർത്തു വെക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഇടതുണ്ടെങ്കിലേ കെടുതിയുള്ളൂ. എന്ത് കെടുതിയും ഇടതുണ്ടെങ്കിലേ ഇന്ത്യയിൽ ഉണ്ടാവൂ. ഇന്ത്യ എന്ന രാജ്യവും ഇന്ത്യ എന്ന മുന്നണിയും അത് മനസ്സിൽ വെക്കണം. ഇടതു നശീകരണമാവണം ദേശബുദ്ധരുടെയും മാനവികവാദികളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും പ്രഥമ ലക്ഷ്യം. എന്തായാലും ചരിത്രം ഇനി പൂരത്തെ പറ്റി ഇങ്ങനെയാവും പറഞ്ഞു നടക്കുക. അതായത് 1796
ശക്തൻ തമ്പുരാൻ തുടങ്ങിയിട്ടുള്ള പൂരത്തിനെ 228 വർഷങ്ങൾക്കിപ്പുറം 2024 തീർത്തും അശക്തനായിട്ടുള്ള ഒരു തള്ളൻ തമ്പുരാൻ സുഡുപ്രീതി ലക്ഷ്യമിട്ട് അതിമനോഹരമായി കലക്കിക്കൊടുത്തു. പൂരത്തെ കലക്കിക്കൊടുത്തു. ഇങ്ങനെയാവും, ഇതേ മട്ടിലാവും അഭിനവ പാണന്മാരെ പോലെ സാക്ഷാൽ ചരിത്രം വരാനിരിക്കുന്ന, അതായത് ഭാവി കാലത്തോട് പൂരചരിത്രം പറഞ്ഞു നടക്കുക. സാക്ഷാൽ ചരിത്രം, പൂരചരിത്രം ഈ നിലയിലായിരിക്കും ഭാവി കാലത്തോട് പറഞ്ഞു നടക്കുക. സ്നേഹം. കാണാം. അതുപോലെ കഴിഞ്ഞ ദിവസം 1-2 വീഡിയോകൾ എന്ന് പറയുന്നത് വളരെ മുഷിപ്പനായി നിങ്ങളെ ബാധിച്ചു എന്ന് പോകാൻ നന്നായിട്ടറിയാം. മറന്നു കളയുക, ക്ഷമിച്ച് കളയുക. ഈ പശുക്കൾക്ക് ചില സമയത്ത് വാവെടുക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരുതരം ദീനക്കേടില്ല എന്ന് പറഞ്ഞതുപോലൊക്കെ എന്തോ പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിനെ ബാധിച്ചു, എൻ്റെ ബുദ്ധിയെ വാവ് ബാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എന്തൊക്കെയോ ആകെ കൂടി ഒരു ഭയങ്കരമായി, സാധാരണ ഈ നിരാശ എന്ന് പറയുന്ന ഒന്ന് എനിക്കില്ല, അത് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. കാരണം എന്തോ എനിക്കത് ആത്മനിന്ദയാണ് തോന്നിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് എന്താ സംഭവിച്ചെന്നറിയില്ല. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഞാൻ ഭയങ്കരമായിട്ട് Nuane koda kudus nganga ay kauda kauda ashuti kauda ngana